ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ ഉത്തമ ബോധ്യം തലമുറകൾക്ക് മുന്നേ തന്നെ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആയുർവേദം എന്ന വിശേഷ ചികിത്സാരീതി. പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ ആയുർവേദ ചര്യകളിൽ ഇന്നും ശോഭിച്ചു നിൽക്കുന്നു. ആയുർവേദ ചികിത്സാ രംഗത്ത് വേറിട്ട വൈഭവങ്ങൾ അവലംബിക്കുകയും തലമുറകൾ കൈമാറി ലഭിച്ച ആയുർവേദത്തിൻ്റെ സിദ്ധി ചോർന്നു പോകാതെ അനേകർക്ക് രോഗസൗഖ്യത്തിൻ്റെയും ജീവൻ്റെ പുതിയ പ്രതീക്ഷകൾക്ക് തിരുനാളം തെളിയിച്ചു നൽകുകയും ചെയ്ത കോട്ടയത്തിൻ്റെ മണ്ണിൽ വേരൂന്നി വളർന്ന് കാലടി മറ്റൂരിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ജീവൻ്റെ പുതുപ്രഭ ചൊരിയുന്ന മർമ്മ ചികിത്സാരംഗത്ത് 17 വർഷങ്ങൾക്കുമേൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വൈദ്യൻ അനൂപ് പതിയാക്കലിൻ്റെ ജീവേശ്വര കെ രാമകൃഷ്ണ ഗുരുക്കൾ മെമ്മോറിയൽ പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമസ്കാരം. മിഥുനം, കർക്കിടകം ഈ 2 മാസങ്ങൾ നമ്മളുടെ ശരീരത്തിൻ്റെ പുനർനവീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും മറ്റ് വസ്തുക്കളെല്ലാം തന്നെ കമ്പനി പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ഈ ശരീരത്തിൻ്റെ നവീകരണം നമ്മളെപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് കനിഞ്ഞു വന്നേക്കുന്ന സമയമാണ് ഈ 2 മാസങ്ങൾ എന്ന് പറയുന്നത്. കാര്യം വാദം, കഫം ഇത് രണ്ടും മോശമായിട്ടിരിക്കുന്ന സമയമാണ്. വാദത്തിന് തണുപ്പ് പറ്റത്തില്ല, കഫത്തിനും തണുപ്പ് പറ്റില്ല. അപ്പോൾ എന്താണ്, ഈ ഒരു സമയത്താണ് നമ്മൾ ഔഷധ സേവയും അതുപോലെ തന്നെ ഇപ്പം തിരുമു ചികിത്സകൾ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ശരീരത്തെ അങ്ങനെ വീണ്ടെടുക്കാൻ വേണ്ടി നിത്യ യൗവനമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ യൗവനാവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയൊരു അവസരം അതിന് നമുക്കൊരു ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. അതിൻ്റെ ഒരു ശ്ലോകം പറയുന്നത്, ഉദ്വർത്തനം വാതഹരം കഫമേതോ വിലാപനം സ്ഥിരീകരണം അങ്കാനം ത്വക് പ്രസാദകരം പരം. അപ്പോൾ നമുക്ക് ഉദ്വർത്തനം തിരുമുകൊണ്ട് കിട്ടുന്ന ലാഭം എന്താണ്? വാദത്തെ ഹരിക്കുന്നു, അതുപോലെ തന്നെ കഫത്തെ മേധസ്സിനെ വിലാപനം അതിനെ ലയിപ്പിച്ച് കളയുന്നു, അതുപോലെ തന്നെ ത്വക്കിന് പ്രസാദമുണ്ടാകുന്നു, അംഗങ്ങൾക്ക് ബലമുണ്ടാകുന്നു. ഇതെല്ലാമാണ് ഉദ്വർത്തനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്തു വരുന്ന എല്ലാ വർഷങ്ങളിലും ഇതുപോലെ വർഷകാലത്ത് ചികിത്സകൾ തുടർന്ന് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവരും അല്ലെ അതിനു മുൻപ് ചെയ്തിട്ടുള്ളവരൊക്കെ വീണ്ടും വന്ന് ചെയ്യുമ്പോൾ അവർ പറയുന്നത് അതിൻ്റെ ഇരട്ടി അവർക്ക് അനുഭവം അല്ലെങ്കിൽ ഗുണം കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ ആ ശരീരത്തെ പഴയ എന്ന് വെച്ചാൽ പ്രായം മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. എങ്ങനെ നമുക്ക് എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ദിവസവും രോഗങ്ങൾ കൂടി വരുന്നു, എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ദുർഘടമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശരീരത്തെ ഒന്ന് നവീകരണം ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു സമയം നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം നടുവേദന, മുട്ടുവേദന, തോളല് വേദന, ഉപ്പൂറ്റി വേദന, തലവേദന എന്ന് വേണ്ട എല്ലാ വേദനകളും നമുക്ക് മുൻപ് സംഭവിച്ച കുട്ടിക്കാലത്ത് പോലും സംഭവിച്ചിട്ടുള്ള ചതവുകളായിക്കോട്ടെ, വീഴ്ചകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മർദ്ദനങ്ങൾ കിട്ടിയതായിക്കോട്ടെ, ഇനി മറ്റു രോഗങ്ങളുടെ പഴകിയ രോഗങ്ങളുടെ അവസ്ഥ, ഇതെല്ലാം വന്നിട്ട് ഈ വാദം മോശമായിട്ടിരിക്കുന്ന ഈ ഒരു സമയം, ഈ വർഷ ഋതുവിലാണ് ഇതെല്ലാം തലപൊക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ശരീരത്തെ വീണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി വരുന്ന ഋതുക്കൾ, ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് ആരോഗ്യത്തോടെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രോഗങ്ങളെയൊക്കെ മാറ്റിയിട്ട് ഇപ്പം അകാല വാർദ്ധക്യം നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം നമ്മുടെ ആഹാര പാനീയ അല്ലെങ്കിൽ ജീവിത ശൈലികളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ തിരുമ ചികിത്സകൾ ചെയ്തും നമ്മുടെ അടച്ചുതിരുമ, അപ്പോൾ മർമ്മ ചികിത്സയും അടച്ചുതിരുമയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശരീര നവീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഔഷധ സേവയും, അത് മറ്റുള്ളവർക്ക് ഔഷധങ്ങളും കൊടുക്കുന്നുണ്ട്. ഓരോ രോഗത്തിന് പറ്റുന്നതായിട്ടുള്ള മരുന്നുകൾ അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ നോക്കിയിട്ട്, പ്രകൃതം നോക്കിയിട്ട് ഔഷധങ്ങൾ സേവിക്കാനും, അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക അതിനകത്തൊരു ഔഷധം 1-2 ഔഷധങ്ങൾ ഞാൻ പറയാം. മഹിഷദ്രാവകം അല്ലെങ്കിൽ പോത്തിൻ ദ്രാവകം, അതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? ഇപ്പം നമുക്ക് പല കമ്പനികളുടെ അത് കിട്ടുന്നുമുണ്ട്. അപ്പം അതിൽ ഉപയോഗിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോത്തിൻ്റെ 4 കാലുകളുടെ എല്ലെടുത്ത് അതിലെ മജ്ജ, അഷ്ടവർഗം കഷായത്തിൻ്റെയൊക്കെ മരുന്നുകൾ, മഹാരാസ്നാദി കഷായത്തിൻ്റെയൊക്കെ മരുന്നുകൾ ഇത് ചേർത്തിട്ട് വാറ്റിയെടുക്കുന്ന ഒരു സമ്പ്രദായം. ഒരിക്കലും ഒരു മദ്യമല്ല, അതൊരു ഔഷധമാണ്. വെറും വെള്ളം മാതിരി ഇരിക്കും.
അപ്പോൾ ആ ഔഷധം അതെങ്ങനെ സേവിക്കണം, ഈ ഒരു സമയത്ത് ശരീരത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി അത്യുത്തമമായിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു 30 മില്ലി എടുക്കുക. അതോടൊപ്പം നമുക്കിപ്പം പ്രമേഹ രോഗികളാണെങ്കിൽ ഈ ഔഷധം നല്ല ചൂടാണ് കേട്ടോ. അപ്പം ഉഷ്ണശരീരികൾക്കൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കഴിക്കുമ്പോൾ. അതിന് ഞാനൊരു പറഞ്ഞുതരാം. അത് നമ്മൾ മല്ലിവെള്ളം ഇല്ലേ, മല്ലിവെള്ളം മല്ലിയിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് ഒരു 30 മില്ലി വെള്ളം, അതിനകത്തൊരു 30 മില്ലി ഈ മഹിഷദ്രാവകം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ സുഖമാണ്. കാര്യം അവിടെ നമുക്ക് അരിഷ്ടമോ ആസവങ്ങളോ ഒന്നും വേണ്ട. അല്ലാത്തവർക്ക് ബലാരിഷ്ടം അല്ലെ അശ്വഗന്ധാരിഷ്ടം ഇതൊക്കെ 30 മില്ലി എടുത്തിട്ട് അതിനോടൊപ്പം ഈ ഇതും മഹിഷദ്രാവവും 30 മില്ലി എടുത്ത് 2 നേരമായിട്ട് ആഹാരത്തിന് ശേഷമായിട്ട് നമുക്ക് സേവിക്കാവുന്നതാണ്. അപ്പം മറ്റൊന്നുകൂടി ഞാൻ പറയാം, ബൃഹത് തൃതയാദി മധു. ഇത് നമ്മളുടെ ഔഷധമാണ് കേട്ടോ, ഇത് നിങ്ങൾക്ക് പുറത്ത് കിട്ടത്തില്ല. അപ്പോൾ അത് ബൃഹത് തൃതയാദി മധു രസായനം എന്നാണ് പറയുന്നത്. അപ്പോൾ രസായനം എന്ന് പറയുമ്പോഴത്തേനും രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ല 7 ധാതുക്കളെയും ഉണർത്തിയിട്ട് ശരീരത്തെ നവീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കുറച്ച് മാത്രയിലാണ് സേവിക്കുന്നത്. 4 നേരം അല്ലെങ്കിൽ 2 നേരമൊക്കെ കടലയ്ക്ക പ്രമാണമായിട്ടും 1/4 സ്പൂൺ എന്ന നിലയ്ക്കും അങ്ങനെയൊക്കെയാണ് ഇത് സേവിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് നശിച്ചു പോയിട്ടുള്ള യൗവനത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം, വാതരോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. ശരീരം കണ്ടമാനം മെലിഞ്ഞിരിക്കുന്നവരെ സന്ധിഗതവാദമായിക്കോട്ടെ, അതുപോലെ അസ്ഥിഗതമായി വാദമായിക്കോട്ടെ, അല്ലെ രക്തവാദമായിക്കോട്ടെ, ഏതൊരു സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ആഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുറുന്തോട്ടിയാണ്. ഈ കുറുന്തോട്ടിയുടെ ഒരു പിടി ഇല എടുക്കുക. ഇല എടുത്തിട്ട് കുറച്ച് പച്ചരി, അത്രയും തന്നെ പച്ചരിയും കൂടെ ആയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് പാല്, നല്ല പശുവിൻ പാല്, ശുദ്ധമായിട്ടുള്ള പശുവിൻ പാലും കൂടെ ചേർത്തിട്ട് കുറുക്കിയെടുക്കുമ്പോൾ പ്രമേഹ രോഗികളല്ലാത്തവർ പഞ്ചസാര ചേർത്ത് കുറച്ച് ഏലത്തരി എന്ന് പറയുമ്പോൾ അറിയാലോ, ഏലക്ക പൊടിച്ചെടുക്കുന്ന ഏലത്തിൻ്റെ അകത്തുള്ള അരിയാണ്. ആ അരിയും കൂടെ ചേർത്ത് കുറച്ചൊരു രുചിക്ക് വേണ്ടിയിട്ട് അതും കൂടി ചേർത്തിട്ട് അതൊരു ആഹാരം നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്കും കഴിക്കാം, സ്ത്രീകൾക്കും കഴിക്കാം, എല്ലാം കഴിക്കാം. അതിലൂടെ വാദത്തിന്, അതായത് വേദനയായിക്കോട്ടെ, മറ്റ് സന്ധികൾക്കുള്ള പ്രശ്നങ്ങൾ അല്ല, ഇതെല്ലാം മാറ്റിയിട്ട് ഒരു പുനർനവീകരണം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നടത്തി വരുന്ന ചികിത്സകളിലേക്ക് എല്ലാവരും ഈ താഴെ കാണുന്ന നമ്പറിലൊക്കെ വിളിക്കുക, അന്വേഷിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഷെയർ ചെയ്യുക. നമസ്കാരം.